തിന്നാ വേണ്ടാത്തവർ തിന്നാതിരിക്കുക, അത്രേ ഉള്ളൂ. ഭക്ഷണത്തിന് മുമ്പിൽ വെച്ച് ഏതൊക്കെ പറ്റുന്നത് ഏതൊക്കെ പറ്റാത്തതെന്നൊന്നും പറയാൻ പാടില്ല. അവനാൻ ആഗ്രഹമുള്ളത് ആശയുള്ളതൊക്കെ തിന്നാ, അല്ലാത്തതിനെ പറ്റി മുണ്ടാതിരിക്കുക, വേണ്ടാന്ന് വെക്കുക. ഇനിസ്തഹാഹു അക്കലഹു വഇല്ലം തസ്തഹി തറക്കഹു. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി അതായിരുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും. ഏതാ കിട്ടിച്ചാല് അതന്നെയാണ് ഏറ്റവും സൂപ്പർ എന്ന് പറയും. അങ്ങനെയാണ്. ഒരിക്കൽ വീട്ടിൽ ചെന്നു ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടു. ആയിഷാ ബീവിനോട് ചോദിച്ചു, ആയിഷ കഴിക്കാൻ എന്തേലും ഉണ്ടോ ചോദിച്ചു. ആയിഷാ ബീവി പറഞ്ഞു, നബിയെ ഉണങ്ങിയ റൊട്ടിയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി നല്ലതാ, വേഗം കൊണ്ടുവരിക. അതിന്റെ അർത്ഥം എപ്പോഴും ഉണങ്ങിയ റൊട്ടി തിന്നണം എന്നല്ല, വേറെ ഒന്നും ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. അപ്പോൾ ചോദിച്ചു ആയിഷ, റൊട്ടിക്ക് കൂട്ടാൻ എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ സുർക്കയല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടുവരാറ്. അതിന്റെ അർത്ഥം രാവിലെ ഉച്ചക്കും വൈകുന്നേരവും സുർക്ക കൂട്ടണം എന്നല്ല, വേറൊന്നും ഇല്ലെങ്കിൽ എന്നാണ്. എന്താണോ ഉള്ളത് അതിനെ മദ്ഹ് ചെയ്ത് കഴിക്കുന്ന രീതിയായിരുന്നു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഞമ്മളാണ്ട് ചോറേക്കായിരുന്നാല് ചില മനുഷ്യന്മാര് ഹോട്ടലിൽ കയറിയിട്ടോ കാട്ടുന്നുണ്ടാല് ഈറൊടിച്ചും ഒരു ചവിട്ടാൻ തോന്നും. ഹോട്ടലിൽ ഉണ്ടാവും വെയിറ്റർമാര് കണ്ടൊരു കൂട്ടര്, ഭക്ഷണം കൊടുത്തരുന്ന ആൾക്കാരെ. സംഗതി പൈസക്കാണെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ ഹിദ്മത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൂടുവെള്ളം കൊടുന്നാ പറയും പച്ചവെള്ളം കൊണ്ടുവരുന്നു, പച്ചവെള്ളം കൊണ്ടുവന്നാ പറയും ചൂടുവെള്ളം കൊണ്ടുവരുന്നു. എന്നാ പിന്നെ ഓൻ ആദ്യം തന്നെയാണ് പറഞ്ഞൂടെ ഏത് വെള്ളം വേണ്ടതെന്ന്. കൊടുന്നതിന് ശേഷം മടക്കാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ചൊറിഞ്ഞു മാന്തിക്കാണ്ട് വയസ്സന്മാരമായിരിക്കാറ്. ഒരു വയസ്സം പേരയിലുണ്ടെങ്കിൽ പേരക്കുട്ടികൾക്ക് അങ്ങനെ കാരെന്നാണ്. ഇതേമാതിരിയാണ് ചിലര് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ എന്ന്. പൈസ കൊടുത്തിട്ടാണ് വെച്ചിട്ട് മനുഷ്യന്മാരെ അടങ്ങാറാക്കണം എന്നൊന്നുമില്ലല്ലോ. ഹോട്ടലിൽ കയറിയാൽ നല്ലോണം അദബ് കാണിക്കണം. അവർ ഭക്ഷണത്തിന് ഖിദ്മത്ത് എടുക്കുന്നവരാണ് ഹോട്ടലിലുള്ള ആൾക്കാർ പറഞ്ഞത്. ഭക്ഷണത്തിന് ഖിദ്മത്ത് എടുക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ കൂലി കിട്ടുന്ന അമലാണ്. നിയ്യത്ത് നേരാക്കിയാല് പൈസ വേറെയും കിട്ടും, പഠിച്ചോന്റെ ഇരുന്ന് കൂലി വേറെയും കിട്ടും. പൈസ ഇട്ടിച്ചിട്ട് പഠിച്ചോന്റെ ഇരുന്ന് കൂലി ഇട്ടാതിരിക്കൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വയത് എന്ന് പറഞ്ഞതൊരു തൊഴിലല്ലല്ലോ. വയതൊരു ജോലിയാ അല്ല. ജോലികൾ ആകെ 3 ഉള്ളൂ അള്ളാന്റെ ദുനിയാവിൽ. തൊഴിൽ 3. 1 കച്ചവടമാണ്, 2 കൃഷിയാണ്, 3 കൈത്തൊഴിലാണ്. 1 കച്ചവടം. അമ്പിയാക്കളിൽ പലരും കച്ചവടക്കാരാണ്, സ്വഹാബത്തിൽ നിന്ന് പലരും കച്ചവടക്കാരാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു, തുണി വ്യാപാരി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു, സ്ഥലക്കച്ചവടം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് 5 സെന്റ് 10 സെന്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, പോയി വെക്കുക പോരി, ഇതൊക്കെ ആയിരുന്നു പരിപാടി. സ്ഥലക്കച്ചവടം. നമ്മള് ഞമ്മക്ക് തന്നെ സ്ഥലക്കച്ചവടം അറിയുള്ളൂ എന്നാണ്. കച്ചവടത്തിൽ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. എന്നാ പിന്നെ ഉമർ ഖത്താബിന് ഉണ്ടാകണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ. മൂപ്പർക്ക് സ്ഥലക്കച്ചവടമാണ്. സ്വഹാബത്തിൽ നിന്ന് പ്രമുഖരായ പലരും കച്ചവടക്കാരാണ്. അപ്പൊ 1ാമത്തെ തൊഴിൽ കച്ചവടമാണ്. 2ാമത്തേത് കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാല് നെല്ല്, ഗോതമ്പ്, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകങ്ങൾ, അതൊക്കെ കൃഷിയാണ്. 2ാമത്തെ തൊഴിൽ എന്ന് പറഞ്ഞത് കൃഷിയാണ്. അമ്പിയാക്കളിൽ പലരും കർഷകന്മാരായിരുന്നു, സഹാബത്തിൽ നിന്ന് പലരും കർഷകന്മാരായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കർഷകനാണ്. ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. മുഹിയുദ്ദീൻ ഷേഖ് കച്ചവടക്കാരനാണ്. നല്ല പൈസ ഉള്ള കച്ചവടക്കാരനാട്ടോ. പൈസക്ക് ഒരു കുഴപ്പമില്ല. പൈസ വേറെയും പൈസന്റെ കൈകാര്യം വേറെയാണ്. പണം വേറെ, പണത്തിന്റെ കൈകാര്യം വേറെ. പണത്തിന് 10 ഗുണങ്ങളുണ്ട്, കൈകാര്യം ചെയ്യുന്നതിന് 10 കാര്യങ്ങൾ സൂക്ഷിക്കാനുണ്ട്. പൈസക്ക് ഒരു കുഴപ്പമില്ല. 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. ഹിജ്റ 470കളാണ് ഗൗസുൽ ആലമിന്റെ കാലഘട്ടം. 25 കൊല്ലം ഉമ്മാന്റെ അടുത്ത് പഠനം നടത്തി, നാട്ടിൽ പഠിച്ചു. 25 കൊല്ലം പഠിക്കാൻ വേണ്ടി ലോകം ചുറ്റി നടന്നു. 40 കൊല്ലം വയലു പറഞ്ഞു, കച്ചവടം ചെയ്ത് ജീവിച്ചു. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയന്നായകൾ കേട്ടാരേയിരുന്നോവർ 40 ആണ്ടോളം വയത് പറഞ്ഞോവർ
നന്നായി 90 കൊല്ലം ഇരുന്നോവർ. മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു 90-ാമത്തെ വയസ്സിൽ വഫാത്തായി. 25 കൊല്ലം നാട്ടിൽ പഠിച്ചു, 25 കൊല്ലം വിദേശത്ത് പഠിച്ചു, 40 കൊല്ലം വയല് പറഞ്ഞു. അതിന്റെ ഇടയിൽ കച്ചവടം നടത്തി. ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആദ്യമായി ചെയ്ത കച്ചവടം വെള്ള കച്ചവടമായിരുന്നു, കൂൾ ബാർ. ആദ്യം ചെയ്തത് അതാണ്. നാട് വിട്ടതിന് ശേഷം മഹാനവറുകൾ യാത്ര ചെയ്തു, ബഗ്ദാദിൽ എത്തിച്ചേർന്നു, ഇറാഖിൽ എത്തിച്ചേർന്നു. അവിടെ ഹമ്മാദ് എന്ന പേരായ ഒരാളെ കണ്ടുമുട്ടി. മഹാനവറുകൾ വെള്ള കച്ചവടക്കാരനായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ കച്ചവടത്തിന് നിന്നു. അപ്പൊ എന്തേ പറഞ്ഞു വെച്ചാല് വയലൊരു തൊഴിലല്ല, സംഗതി വയൽ പറഞ്ഞാണ്ട് ജീവിക്കാൻ പറ്റും എന്ന് കരുതിയിട്ട് തൊഴിലാവൂല. തൊഴില് വേറെ എന്തേലും ഒന്നും അറിയണം, എന്തായാലും കുഴപ്പമില്ല. ഒന്നുകിൽ കച്ചവടം ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ കൈത്തൊഴിൽ അറിയണം. അമ്പിയാക്കളിൽ പ്രധാനികളൊക്കെ കൈത്തൊഴിൽ അറിയുന്നവരായിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാം ടൈലറായിരുന്നു, ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഇരുമ്പ് പണിക്കാരനായിരുന്നു, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കൊട്ടുണ്ടാക്കുന്ന ആളായിരുന്നു, സക്കരിയ നബി അലൈഹി ഇസ്ലാം കൽപ്പണിക്കാരനായിരുന്നു, നൂഹ് നബി അലൈഹി ഇസ്ലാം മരപ്പണിക്കാരനായിരുന്നു. ഒക്കെ കൈത്തൊഴിലാണ്. എന്തെങ്കിലും ഒന്ന് അറിയണം, എല്ലാവർക്കും കൈത്തൊഴിൽ അറിയണം. വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അറിയൽ നിർബന്ധമാണ്, ചെയ്യൽ നിർബന്ധമല്ല. ചെയ്യൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പൊ എല്ലാതും തൊഴിലല്ല എന്ന് പറഞ്ഞതാണ്. തൊഴിലും അറിഞ്ഞിരിക്കണം. പൈസക്കല്ല കുഴപ്പമുള്ളത്, പൈസ കൈകാര്യം ചെയ്യുന്നിടത്താണ് പ്രശ്നമുള്ളത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചിന്തയാണ്. നമുക്കിപ്പോ എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ് മക്കള് നേരാകണില്ല. ശരിക്കും മക്കള് നേരാകൽ എപ്പോഴാണ്? അവരെ അള്ളാഹുവിൽ തവക്കുലാക്കിയാലാണ് നേരാകുക. പടച്ചോനെ എത്ര കണ്ട് തവക്കുലാക്കിയിട്ടുണ്ട്, അതാണ് മക്കൾ നന്നാവുന്നതിന്റെ അടിസ്ഥാനം. നമ്മൾ വിചാരിക്കണം എന്താ വെച്ചാൽ എന്റെ കുട്ടികളെ നോക്കാൻ ഞാൻ തന്നെ ഉള്ളൂ എന്നാണ്. നമ്മളെ തന്നെ നമ്മൾ നോക്കണില്ല, എന്നിട്ടല്ലേ കുട്ടികളെ നോക്കിയെത്തൂല, വെറുതെ തോന്നണത്. എത്ര കണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട് എന്നതാണ് മക്കളുടെ കാര്യത്തിലെ വിജയം. തവക്കുലാക്കിങ്ങാണ്ടാണ് നമ്മൾ ഓതാൻ കൊണ്ടാക്കിയത്. പക്ഷെ ഓതാൻ കൊണ്ടാക്കുമ്പോ നമ്മളെ കൽബിലുള്ളത് ഇന്ന വയസ്സാവുമ്പോ നോക്കാനാണ് എന്നാണ്. മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ നിങ്ങൾക്ക്. അതായത് 3 ആൺകുട്ടികളുണ്ട്. മൂന്നാമത്തോനെ ഓതാൻ കൊണ്ടാക്കുമ്പോ വാപ്പാന്റെ കൽബിൽ തോന്നി ഇപ്പൊ കുട്ടികളാരും വാപ്പാരും ഇമ്മാരും നോക്കണില്ല, ഒക്കെ വൃദ്ധസദനത്തിൽ ചേർക്കാണ്. അതുകൊണ്ട് ഇന്റെ ചെറിയോനെങ്കിലും ഒന്ന് മൂലരാകട്ടെ, എന്നാലും വയസ്സാവുമ്പോ ഇന്നെ നോക്കുമല്ലോ. എന്തിനാ അവനെ മൂലരാക്കണത്? ആഖിറത്ത്. വയസ്സാവുമ്പോ നോക്കല ആഖിറത്തിലല്ല, ദുന്യാവിലാണ്. നമ്മളെ വിചാരം ഉണ്ടാവും ഓനെ ആഖിറം പഠിപ്പിക്കാണ് എന്ന്. അല്ല, ദുന്യാവില് വയസ്സാവുമ്പോ നോക്കാൻ പഠിപ്പിച്ചാണ്. എന്നിട്ട് നമ്മക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നും, ഓൻ എന്തായാലും ആഖിറത്തേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലായിട്ടുണ്ട് എന്ന്. ആഖിറത്തേക്ക് ഉപകാരപ്പെടണമെങ്കിൽ ആഖിറത്തെ നിയ്യത്ത് ചെയ്യണ്ടേ? വയസ്സാവുമ്പോ നോക്കല് ദുന്യാവിലല്ലേ, അതെങ്ങനെ ആഖിറത്തിലാകണത്? അതൊക്കെ കുറെ പരിപാടികളെ നമ്മളെടുത്ത് തവക്കുൽ ശരിക്കും ഇല്ല, നമുക്ക് തോന്നുകയാണ് ഉണ്ട്. തവക്കുൽ എന്ന് പറഞ്ഞ സാധനം ഇല്ല. തവക്കുൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല. തവക്കുൽ ഒരു മനുഷ്യന് ഉണ്ടെങ്കിൽ ഓന്റെ ദുആയിലാണ് അത് കാണുക. ഒരാൾക്ക് തവക്കുൽ ഉണ്ടെങ്കിൽ അത് കാണുന്നത് ദുആയിലായിരിക്കും. എങ്ങനെ ദുആയിൽ കാണുക? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദുആ ചെയ്യും തവക്കുലുള്ള മനുഷ്യൻ. നമ്മൾ ചെറിയ കാര്യത്തിനൊന്നും ദ്വാരക്കലില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തിനാ നമ്മൾ ദ്വാരക്കാം? ക്യാൻസർ തരരുതേ റബ്ബേ, കുഷ്ഠം തരരുതേ, വെള്ളപ്പാണ്ട് തരരുതേ, ഇതൊക്കെ നമ്മൾ ദ്വാരക്കും. കീറി മുറിക്കുന്ന അസുഖങ്ങൾ തരരുതേ, അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും കൊടുത്താലും രക്ഷപ്പെടാത്ത അസുഖങ്ങളൊന്നും തരരുതേ, പനി തരരുത് എന്ന് നമ്മൾ ദ്വാരക്കൂല. പടച്ചോനെ ചീരാപ്പ് തരരുതേ എന്ന് ദ്വാരക്കൂല. വയറുവേദന തരരുതേ എന്ന് ദ്വാരക്കൂല. എന്താ കാരണം? പനിക്ക് പാരസിറ്റാമോള് കുടിച്ചാൽ മതി എന്ന് നമ്മക്കറിയാം. ചില വിവരങ്ങളാണ് തവക്കുലിൽ നിന്ന് നമ്മളെ ദൂരേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാ വിവരവും നാഫിയ അല്ല. ചിലപ്പോ നമുക്ക് തോന്നും നാഫിയ ഇൽമാണ് എന്ന്, പക്ഷെ ചിലത് നാഫിയ അല്ലേക്കാരം. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫർദ് നിസ്കാരത്തിന്റെ മുമ്പ് ബാങ്കു ഇഖാമത്തു സുന്നത്താണ്. എന്നിട്ട് എന്താ നമ്മൾ കൊടുക്കാത്തത്? നമ്മൾ കൊടുക്കലില്ലല്ലോ. നമ്മൾ വേഗം ചെന്നുകൊണ്ട് അല്ലാഹു അക്ബർ. എന്താ കാരണം?
അത് സുന്നത്താണെന്ന് അറിഞ്ഞു എന്നുള്ളതാണ് കാരണം. പൊന്നാനി പുതുവിശ്വാസികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, മൗനത്തുൽ ഇസ്ലാം സഭ. അവിടെ ചെന്നിട്ട് നോക്കി, ഒറ്റ കുട്ടിയും ളുഹുറ് ബാങ്ക് ഇഖാമത്തും കൊടുക്കാതെ നിസ്കരിച്ചൂല. എന്റെ കാരണം സുന്നത്താന്ന് ഓൽക്കറിയില്ല. അതിന്റെ കാരണം നമ്മൾ ഒഴിവാക്കിയതിന്റെ കാരണം എന്താണ്? സുന്നത്താണെന്ന് അറിയാം എന്നുള്ളതാണ് കാരണം. നമ്മൾ നാഫിയായ ഇൽമാണ് അത് എന്നാണ് കരുതിയത്. പക്ഷെ ലാറായ ഇൽമ, നാഫിയായ ഇൽമാണെങ്കിൽ ബാങ്ക് കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത്. ഉള്ള ബാങ്ക് പോയി. എന്തേ കാരണം? നാഫിയ അല്ലാത്തോണ്ട് തന്നെ. പക്ഷെ നമുക്ക് നാഫിയായ ഇൽമാന്ന് നമുക്ക് തോന്നിയത്. നാഫിയായ ഇൽമാണെങ്കിൽ ജീവിതത്തിൽ വേണമല്ലോ, ജീവിതത്തിൽ ഇല്ലാതെ പോകുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. ചില വിവരങ്ങൾ അങ്ങനെ ഉണ്ട്. അതിൽപ്പെട്ടതാണ്